ഒറ്റപ്പാലം ബ്രാഞ്ചിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ചിലർക്കെതിരെ ഡെബിറ്റ് റിക്കവറി അസസ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള ഒരു മേൽ നടപടിയും ഇതുവരെ എടുത്തതായി കാണുന്നില്ല. അമ്പലക്കര ഫാക്ടറി ഉടമ മിസ്റ്റർ ബാബുരാജ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 3,78,00,000 രൂപ. ഭരതകലാക്ഷേത്രം ഡ്രാമാസ്കോപ്പ് ഓണർ മിസ്റ്റർ അശോക് രാജ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 97 ലക്ഷം രൂപ. ഒരു നാടക കമ്പനിക്ക് 55 ലക്ഷം രൂപ ലോണ്. വെറും നാടകമല്ല സാർ, ഡ്രാമാസ്കോപ്പാ. ഹെലികോപ്റ്റർ സ്റ്റേജിലിറങ്ങും, വണ്ടികൾ സ്റ്റേജിൽ ചീറിപ്പായും, രക്തരക്ഷസ്വരും പേടിപ്പിക്കും. എന്തായാലും ലോൺ എടുത്തിട്ട് ഒരു തവണ പോലും റീപേയ്മെന്റ് ചെയ്യാത്തവർക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. അത് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആക്ഷൻ എടുക്കാഞ്ഞിട്ടല്ല സാർ, അമ്പലക്കര ഫാക്ടറിയിൽ ഒരു റിക്കവറി നോട്ടീസ് പതിക്കാൻ പോലും നമുക്ക് പറ്റാഞ്ഞിട്ടാ. ഗുണ്ടായിസോ പലതവണ നമ്മുടെ സ്റ്റാഫിനെ വിരട്ടി ഓടിച്ചിട്ടുണ്ട് ആ ഫാക്ടറി ഓണർ അമ്പലക്കര ബാബുരാജ്. വായിൽ നിന്ന് വൃത്തികെട്ട ഭാഷ പുറത്തു വരുള്ളൂ. ഫുൾ ടൈം മദ്യപാനി. അത് നുണയാണ് സാർ. ഉറങ്ങുമ്പോൾ അദ്ദേഹം ഒരു തുള്ളി പോലും കഴിക്കാറില്ല. മാത്രമല്ല ആ സമയത്ത് കമാന്നൊരു അക്ഷരം മിണ്ടാറില്ല. ബാങ്ക് ഡീറ്റെയിൽസിൽ ഇയാള് വളരെ എഡ്യൂക്കേറ്റഡ് ആണല്ലോ. ലണ്ടനിൽ നിന്ന് MBA വരെ എടുത്തിട്ടുണ്ട് സാർ. ബാങ്ക് നിർത്ത ലോണിനൊക്കെ വലുതാണോ ലണ്ടനിൽ നിർത്ത MBA? മിസ്റ്റർ വിജയൻ, നമുക്ക് നിയമപരമായി തന്നെ നേരിടണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ലോക്കൽ പോലീസിന്റെയൊക്കെ സഹായം നമുക്ക് ആവശ്യപ്പെടാം. ചക്രവർത്തി, അദ്ദേഹം മേക്കപ്പ് കഴിഞ്ഞു. എവിടെ അത്യാവശ്യമായിട്ടും കാണാൻ പറ്റില്ല. മേക്കപ്പ് കഴിഞ്ഞ് കോസ്റ്റ്യൂമിട്ടുള്ള 10 മിനിറ്റ് സമയം. അദ്ദേഹം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ലോകത്താണ്. എന്ന് പറഞ്ഞ ഈ ചക്രവർത്തി സിനിമയിൽ ഒരു താരമായാൽ പല ഹിറ്റുകളുടെയും പാർട്ട് 2 ഹീറോ ആയാൽ കൂടാതെ ദേശീയ പുരസ്കാരങ്ങളും കൂടി കിട്ടിയ അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അശോക ചക്രവർത്തിയുടെ സ്വപ്നം. ദൈവമേ, സ്വന്തം തൊപ്പി മണത്ത് ബോധം പോയാ. തുടങ്ങി. അതെ, ബാങ്കുകാര് ജപ്തി ചെയ്യാനായിട്ട് പോലീസുകാരായി നിന്റെ ഏട്ടന്റെ ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ട്. അവരെ കാണുമ്പോ നിന്റെ ഏട്ടന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ വാക്കേറ്റവും പിന്നെ കയ്യേറ്റവും ഒടുവിൽ കൊലക്കുറ്റത്തിന് നിന്റെ ഏട്ടൻ അകത്താവും ചെയ്യും. കുറച്ചു മുമ്പ് ഏട്ടൻ വിളിച്ചപ്പോ പൂര ഫിറ്റായിരുന്നു. ഈ അവസ്ഥയിൽ അവരവിടെ എങ്ങനെ എത്തിയ എന്താ ചെയ്യാ? ഗോപിയാശാനെ, നാടകം അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. ഞാൻ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാം. നീ വരുന്നുണ്ടോ? നീ എന്തേലും ആവശ്യം പറഞ്ഞു വാട്ടാ. തൊഴിലാളികളുടെ ജോലി ഫാക്ടറി ഉടമ കോടികൾ ലാഭം കൊയ്യുമ്പോൾ പാവം തൊഴിലാളി ശമ്പളവും ബോണസും ആവശ്യപ്പെടുന്നത് തെറ്റാണ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കൊണ്ടുപോയി ഒട്ടിക്ക് റിക്കവറി നോട്ടീസ് തടയാൻ ആര് വരുന്നു ഞാൻ നോക്കട്ടെ. I am വിശ്വംഭരൻ, സോണൽ മാനേജർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മലബാർ. ഞാൻ ബാബുരാജ്, അമ്പലക്കര ബാബു എന്നും പറയും. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത തുക ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. ഞങ്ങൾക്ക് നിയമ നടപടികൾ എടുത്തേ പറ്റൂ. സഹകരിക്കണം. തിരിച്ചെന്നോടും സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ല. കോടികൾ നേടും മുതലാളി. മിസ്റ്റർ ബാബുരാജ്, എന്താ ഇത്? ഇയാള് കേട്ടോ അവന്മാര് പറയണ കോടികൾ ഉണ്ടാക്കണ മുതലാളി ഞാനെന്ന്. എന്നിട്ട് ഈ മുതലാളി എന്താ ലോൺ തിരിച്ചടയ്ക്കാന്ന് ഈ തെണ്ടികൾ അന്വേഷിക്കട്ടോ? ബാങ്കിനെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അറിയണം. ഈ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ പ്രൊഡക്റ്റുകളാണ് ഈ ലോറിയിൽ ഓടിയിരിക്കുന്നത്. കഴിഞ്ഞ 10-12 മാസങ്ങളായിട്ട് ഇതിൽ നിന്ന് ഒറ്റ ലോഡ് പോലും പുറത്തേക്ക് ഇറക്കാൻ ഈ തെണ്ടികൾ സമ്മതിക്കില്ല. ഇതൊക്കെ സമയാസമയം മാർക്കറ്റിൽ എത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടീസുമായിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. അതെങ്ങനെ? കമ്പനി പൂട്ടിക്കാൻ ഇവനെ പോലുള്ള പീറ രാഷ്ട്രീയ തൊഴിലാളികളുടെ കൂടെ, ബാങ്ക് ജപ്തിയാവുന്ന അവരുടെ കൂടെ ഒരുത്തന് നന്നായി കാണാൻ താല്പര്യമില്ലല്ലോ. ബാബുരാജിന് പറയാൻ പല ന്യായങ്ങളും കാണും. പക്ഷെ ബാങ്കിന് കിട്ടേണ്ട പണം കിട്ടിയേ പറ്റൂ. ഓ, ബാങ്ക് ഒരു കാര്യം ചെയ്യും. ആ കിടക്കുന്ന ലോറികൾ മുഴുവൻ ലോഡ് അടക്കം പുഴുകിത്തിന് പോരെങ്കിൽ ടച്ചിങ്സിനകത്ത് കുറച്ച് മെഷീൻസ് ഉണ്ട്. ഞങ്ങൾ ജപ്തി ചെയ്യാൻ പോകുന്നതേ തുരുമ്പിടിച്ചു പോകുന്ന സാധനങ്ങളല്ല, കൊലാട്രൽ സെക്യൂരിറ്റി ചെയ്ത വസ്തുവകകളാ. എന്റെ കുടുംബം കുളന്നോട്ടെ വന്നിട്ട് തലവെട്ടി ഞാൻ ബാങ്കിന് മുമ്പിൽ വെക്കും. സാറിനോട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ കഷ്ടി തലയാ. വെള്ളിയടിച്ചല്ലോ ചളായ. ഇയാൾ അറസ്റ്റ് ചെയ്യണം സാർ. കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാതെ ഗുണ്ടായിസം കാണിച്ച തെറ്റിന്. കടം മേടിച്ചതിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ നിന്നല്ലോ, ബാങ്കിൽ നിന്നല്ലേ. ഇയാൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ട് സാർ. ഉണ്ടോ? ഞാൻ കുടിച്ചിട്ടുണ്ട്, മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. സർക്കാർ ഇവിടെ ബാർ ലൈസൻസ് കൊടുക്കുന്നതോ ബിവറേജ് കൊടുക്കുന്നതോ അതിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കുമ്പിട്ട് തൊഴാനല്ല, കുടിക്കാനാ.
കുടിയുടെ കാര്യമൊക്കെ നമുക്ക് സർക്കാരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാം. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ചെന്ന് ഉടനെ ജീപ്പ് കയറാൻ. സാർ അയാളെ പറഞ്ഞു വിടരുത്, ഇയാളുണ്ടല്ലോ. എന്ത് നിയമത്തിന് നേരെ കൈ ചൂണ്ടി നിന്ന് സംസാരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, എന്താ പേര്? വിശ്വംഭരൻ. ആ മിസ്റ്റർ വിശ്വംഭരൻ, പ്ലീസ് കം 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 കം. ആ സി, ഒരു ഭാഗത്ത് പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി, മറുഭാഗത്ത് സമരം, പിറകെ ജപ്തി. ആർക്കായാലും വട്ടുപിടിക്കും. തൽക്കാലം നിങ്ങൾ തിരിച്ചു പോവുക. അയാളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരു സാവകാശം കൊടുത്താൽ മതിന്നേ. അല്ല സാറേ, താങ്ക് യു. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാല്, മനുഷ്യനെ നമുക്ക് ഭ്രാന്തനാക്കാം, പക്ഷെ ഒരു ഭ്രാന്തനെ പിന്നെ ഭ്രാന്തനാക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ എന്തിനാ അയാളെ കണ്ട് ഇത്ര റെസ്പെക്ട് ചെയ്തത്? അത് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോ അത് IPS കാരൻ അനുസരിക്കാതിരിക്കാൻ പറ്റൂ? അവൻ പോലീസ് ഒന്നുമല്ല, പിന്നെ? ആ അമ്പലക്കര ബാബുവിന്റെ അനിയനാ അശോകൻ, അശോക ചക്രവർത്തി, നാടക നടൻ. കൊള്ളാം, അവൻ നല്ല നടൻ തന്നെ. പക്ഷേ അവന്റെ നടനം ആരുടെ മുന്നിലായിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല. ഇവിടെ ഇപ്പൊ തന്നെ 4-5 എണ്ണായി. നീ ഇങ്ങനെ മണപ്പിച്ചോണ്ടിരിക്കണ്ട, ഫിനിഷ് ചെയ്യടാ. അതെ, എനിക്ക് വേണ്ടിട്ടല്ല ഞാൻ കുടിക്കുന്നത്, ചേട്ടന് വേണ്ടിട്ടാ. നീയൊക്കെ എന്ന് തന്നവനാടാ. മതി ഇപ്പൊ തന്നെ ഓവറാ. ഓവറാണേ കഴിക്കണ്ട. ഞാൻ എന്റെ കാര്യമല്ല ചേട്ടന്റെ കാര്യമോ ഞാൻ എനിക്ക് ഒഴിക്കാം. അങ്ങനെ ഒഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കഴിക്കണം. വേണ്ടെന്ന് പറഞ്ഞില്ല, അത്ര മതി കഴിച്ച്. അയ്യോ, ചേട്ടനും അനിയനും കൂടി ആ ബാങ്കുകാരെ പറ്റിച്ചതിന്റെ പേരിൽ ചിയേഴ്സ് പറഞ്ഞ് സന്തോഷിക്കാനല്ലേ? എങ്കിൽ ദുഃഖിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ടച്ചിങ്സ് ഇല്ലേ? ഇല്ല. നീ കാര്യം പറ. ഇന്നത്തെ സംഭവം വിശ്വംഭർ സാറിന്റെ അഭിമാന പ്രശ്നമായി. എന്തായാലും നിങ്ങൾ വട്ടം ചുറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജപ്തി നടപടികൾക്കായി ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിയമിതനായി. ഓംബുഡ്സ്മാനാ? ഓംബുഡ്സ്മാൻ ബാലസുബ്രഹ്മണ്യം. ഒരു പാലക്കാരൻ പട്ടര. അയാളേത് പട്ടരായാലും ശരി പരട്ടയാലും ശരി, ഇവിടെ കാലുകുത്തിയാളുടെ ഞാൻ കാല് വെട്ടും. ചുമ്മാ ഇരിക്കുന്നേ, അവിടെ ഇരുന്നേ. ഇവനെന്താ പഠിച്ചു? നീ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ പിഴപ്പിച്ചേനെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ബാങ്ക് രഹസ്യങ്ങൾ ഇവിടെ ചോർത്താൻ പാടില്ലാന്ന്. ബാക്കി രഹസ്യം എന്റെ പട്ടി പറയും. പട്ടി ഇത് കുടിച്ചേ. വേണ്ട. അല്ല, നീ ഇത് കുടിച്ചേ. വേണ്ടെന്ന്. ശങ്കരനുണ്ണി. ബാക്കി പറയടാ. ബാക്കി ദാ ഈ ഫുള്ള് വെച്ചോ. ഇനി ഞാൻ നിന്നോട് മാത്രമേ പറയൂ. നീങ്ങ വന്നേ. ഈ ബാലസുബ്രഹ്മണ്യം ഒരു വെജിറ്റേറിയൻ പുപ്പുലിയ. അയാളുടെ വിധി കോടതി വിധിക്ക് തുല്യ. ഈ കാര്യത്തിന് മജിസ്ട്രേറ്റിന്റെ പദവിയാ. തിരിച്ചടക്കേണ്ട തുക തവണകളാക്കി തരാനും എഴുതി തള്ളാനും വരെ പവറുള്ള ആളാ. നാളെ ചെന്നൈയിൽ നിന്നെത്തും. ഫ്ലൈറ്റിലാ? അല്ല, വഞ്ചിക്ക്. കാര്യം പറയടാ. അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്ത് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കേണ്ട ചുമതല എനിക്കാണ്. താങ്ക് യുടാ, താങ്ക് യു. നീ എന്തിനാ എനിക്കിട്ട് താങ്ക് യുടാ? എടാ, ബാങ്ക് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു. ആ പുപ്പുലിയെ സ്വീകരിക്കാൻ നിനക്ക് പകരം ഞാൻ പോകുന്നു. എന്റെ ജോലി പോണ ഏർപ്പാടാണ്. ഗാലി, ഞങ്ങളുടെ കിടപ്പാടം പോണ ഏർപ്പാടാ. ശങ്കരനുണ്ണി, നിനക്ക് പകരം നാളെ ഞാനുണ്ടാവിടെ എയർപോർട്ടില്. ഒന്ന് പിടിക്കോ? ശരി. ഹലോ, ഞാനാണ് പാലക്കാട് ബാലസുബ്രഹ്മണ്യം. അതെ, നമസ്കാരം സാർ. ഈശ്വരൻ അനുഗ്രഹിക്കും. എന്താ തന്റെ പേര്? ചക്രവർത്തി. സോറി സാർ, പേരാണോ ചോദിച്ചത്? ശങ്കരനുണ്ണി. എന്താ സാർ നോക്കുന്നത്? ഞാൻ ബാങ്കിൽ അറ്റൻഡർ അല്ലേ? അതെ സാർ, പ്യൂൺ കം ഡ്രൈവർ കം 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 കം. ഇവിടുത്തെ ബാങ്കിൽ പ്യൂണിന്റെ വേഷം മുണ്ടാണോ? ബഹുമാനം കാണിക്കാനാണ് സാർ ഞാൻ ഈ മുണ്ടെടുത്തത്. ബഹുമാനം കാണിക്കാണോ? അതെ സാർ. സാറിനെ പോലെ വലിയൊരാൾ മുമ്പിലെത്തുമ്പോൾ മുണ്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് അഴിച്ചിട്ടാ മതി, അത് ബഹുമാനാവും. പാന്റ് ആകുമ്പോ പാന്റ് ഊരി ബഹുമാനം കാണിച്ചാൽ അത് വൃത്തിയേട് കാണിച്ചതല്ലേ പറയൂ സാർ. ആള് കൊള്ളാലോ. ഇങ്ങനെ തട്ടികള്. വരൂ സാർ, വെൽക്കം ടു ഇന്ത്യ. അല്ല സാർ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് സാറിന്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇപ്പോ ജപ്തി വരെയായി. പാവം. എന്താ അയാളുടെ പേര്? ഒരു ബാബുരാജ്. എന്താ സാർ ആലോചിക്കുന്നേ? അമ്പലക്കര ഫാക്ടറി ഓണർ. സാറിന് മനസ്സിലായോ? ആ, അയാളുടെ ഒരു അണിയൻ. ആ കള്ള റാസ്കലിനും ഉണ്ടല്ലോ ലോൺ. മനസ്സിലായില്ലേ? ഒരു നാടകക്കാരൻ. അയാളൊരു പാവാ സാറേ. ഈ ചേട്ടനും പാവാ, അനിയൻ പാവം, ചേട്ടൻ പാവം. അങ്ങനെ അല്ലല്ലോ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ. കള്ളു കുടിച്ച്. അയ്യോ സാർ, പച്ച കള്ളമാണ് സാർ. അവരുടെ രണ്ടുപേരുടെ അവസ്ഥ വളരെ ദയനീയമാണ് സാർ. എനിക്കറിയാവുന്ന അവരെ ലണ്ടനിൽ നിന്ന് MBA എടുത്ത് നാടിനെ സേവിക്കാൻ ഇറങ്ങിയ അഭ്യസ്ത വിദ്യൻ.
ലോൺ എടുത്ത് ഫാക്ടറി തുടങ്ങി. തൊഴിലാളി സമരം മൂലം അത് അടച്ചുപൂട്ടി. നാടക കമ്പനി നടത്തുന്ന അനിയൻ നാടകം കാണാൻ ആളില്ലാത്തതിന്റെ പേരിൽ ട്രൂപ്പ് പൂട്ടാനായിട്ട് താഴെ മേടിച്ചിരിക്കുക. ഈ സമയത്ത് ജപ്തി നടപടികളുമായിട്ട് വിശ്വംബർ സാർ വന്നത്. അളമുട്ടിയ ചേരയും കടിക്കില്ലേ സാർ, കടിച്ചുപോയി. അതിന്റെ പ്രതികാരാണ് ഈ വിശ്വംബർ സാറിനെ. അവരുടെ തറവാട് ബാങ്ക് ജപ്തി ചെയ്ത എട്ടിക്കാറായ 5-6 പെങ്ങന്മാര് സഹിതം അവിടെ ഒരു കൂട്ട ആത്മഹത്യ എടുക്കും സാർ. സാർ അവരുടെ കട എഴുതി തള്ളുവോ ഇളവ് ചെയ്യൊന്നും വേണ്ട, ഒരു സാവകാശം കൊടുത്താൽ മതി പ്ലീസ് സാർ. ഈ കാര്യത്തിൽ തനിക്കെന്താ ഇത്ര? സാർ ഒരു അഭ്യുദയകാംക്ഷയ്ക്ക് അഭ്യർത്ഥിക്കാൻ പാടില്ലേ സാർ? ഞാൻ അവരുടെ ഫയൽ വിശദമായി ഒന്ന് പഠിക്കട്ടെ. നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റുന്ന അതിനുശേഷം പറയാം. ഇറങ്ങി വാടാ, അത് മതി. ഓംബുഡ്സ്മാനെ. ആഹാ, പറ്റേ, പറ്റേ. എന്താ പുറത്തൊരു ബഹളം? അത് ഏതൊരു കള്ളുടെ ഒന്നും ബഹളം ഉണ്ടാക്കുന്നതാ സാർ. സാറിന്റെ റൂമിൽ ഇരിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സാർ ഇരിക്കൂ വാടാ അവിടെ. പ്ലീസ്. അത് തോരുന്നു കുളിച്ച് ഫ്രഷ് ആയിട്ട് കഴിച്ച് അല്ല കഴിച്ചാണല്ലോ ശരി. വാടാ, വാടാ. ഓ പാമ്പ് എവിടെ ഒരു പാമ്പാട്ടി കിട്ടി വീട്ടിൽ കൊണ്ടുപോയി. വാടാ. ഓ, ചക്രവർത്തി ഇവിടെ ഉണ്ടായിരുന്നോ? ചക്രവർത്തി ആ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിട്ട് പോയേ. ദേ, നീ ഒന്നും പറയരുത്. അടി. ഒന്നടങ്ങ്. ഞാൻ അങ്ങേരുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഇവിടെ കിടന്ന് അലമ്പിട്ടാക്കരുത്. നമ്മൾ ചേട്ടന് അനിയനാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിഞ്ഞ് പാളീസാവും. ആരെയാള്? അയ്യോ അയാളാണ് ഇയാള്. ഈശ്വര, സാറിന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പോവാല്ലേ? ആരെങ്ങനെ വാങ്ങി? ആരെയാള്? ഇതാണ് ഓംബുഡ്സ്മാൻ. ഓഹോ. എടോ പറ്റേ, എന്റെ കമ്പനിയിലെങ്ങാനും കാലൂത്തി തന്റെ വായിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്ക് ഞാൻ. അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നാ തോട്ടയിട്ടാലോ? ചേട്ടൻ ഇത് വണ്ടി വിടടോ, അയാൾ എന്താ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ടെ. താൻ എന്ത് ചെയ്യോടോ ഓംബുഡ്സ്മാനെ? ഏട്ടനൊരു പാവാ, വെറും പാവം. ഇപ്പൊ സംസാരിക്കുന്ന പിന്നെ എന്റെ ഏട്ടനല്ല, അപ്പനാണോടാ? ഏതോ കൂതറമ്മ. ശരിക്കും വായിൽ കൈയിട്ടാ പോലും കടിക്കാത്ത മാന്യനാ. എങ്കിൽ ആ വായിലൊന്ന് കൈയിട്. അയ്യോ ഇപ്പൊ കൈയിട്ട് കഴിഞ്ഞാ റമ്മൊക്കെ മേത്ത് വീട് ഛർദി പോലെ ആവില്ലേ? ചേട്ടാ വണ്ടി കേറ്, വണ്ടി കേറ്. നീ എന്തിനാണ് ഇയാളുടെ മുമ്പിൽ കൂങ്ങിയാൻ പോണേ? ലോ പറ്റേ, മേലും കീഴും നോക്കാനില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കുടുംബം എന്നാണ് കൊല്ല്. ഏ? ഒന്നിട്ട് ജയിലിൽ പോ. വയസ്സായ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും കുഞ്ഞിനും ഒക്കെ സമാധാനാവട്ടെ. ഒന്നിട്ട് അങ്ങോട്ട് പോ. ആ സമയം വൈകി, കുറച്ച് തിരക്കുണ്ട്. പോട്ടെ ചക്രവർത്തി. ചക്രവർത്തി നാളെ പറഞ്ഞ പോരെ. ഈടി എനിക്കായിരുന്നു മനസ്സിലായി. താനൊന്ന് അകത്തേക്ക് വാ. എവിടെ എന്റെ ഡോറ്? ബാങ്കിന്റെ നടപടികൾ നടക്കട്ടെ. എല്ലാം പൂട്ടിക്കിട്ടിയിട്ട് ഏട്ടൻ വല്ല ജോലിക്കും പോട്ടെ. ഞാനും പോവാ വക്കീൽ പണിക്ക്. ഒരു വക്കീലായി എനിക്ക് വേണമെങ്കിൽ 10 കള്ളക്കേസുകൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാം, ജീവിക്കാം. പക്ഷേ അതൊക്കെ വേണ്ടാന്ന് വെച്ചത് കലയോടുള്ള സ്നേഹം കൊണ്ടാണ് സാർ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛനാ. അച്ഛനെന്ത് പിഴച്ചു? അച്ഛൻ കല്യാണം കഴിച്ചല്ലേ സാർ പ്രശ്നമായത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഈ ലോണും ബാധ്യതയൊക്കെ ഉണ്ടാവുമോ സാർ? അത് വളരെ ശരിയാണ്. എന്താ തന്റെ അച്ഛന്റെ പേര്? വലിയ പേരാ, രാജഗോപാലൻ തമ്പി. ഭരതകലാക്ഷേത്രം രാജഗോപാലൻ തമ്പി. ഭരതകലാക്ഷേത്രം രാജഗോപാലൻ തമ്പി. ആ, അമ്പലക്കര ഭരതകലാക്ഷേത്രം. അല്ല സാറ് കേട്ടിട്ടുണ്ടോ, അറിയോ? അയാൾക്കും ഒരു ലോണുണ്ട്. അച്ഛനും ലോണുണ്ടാ? വെറുതെ അല്ലട്ടോ ഞങ്ങൾക്ക് ഈ സ്വഭാവം വന്നത്. സാറ് വരൂ. ഇതാ നല്ല സെറ്റപ്പ് ആണല്ലോ. ബാങ്കിനൊരു മുതൽക്കൂട്ട് തന്നെ. ബാങ്കിന് മുതൽ കൂട്ടിയിട്ട് സാറിന് എന്താ ഒരു നേട്ടം? സാർ ഇരിക്കെ, ഞാൻ ജപ്തിയുള്ള മുതലിനേക്ക് വിളിച്ചിട്ട് വരാം. ആ ചെല്ലങ്ങട്, ലോൺ എടുത്തിട്ട് മുങ്ങി നടക്കല്ലേ. ചെല്ല്. ഇതാണ് ലോണച്ചൻ, ലോൺ എടുക്കുന്ന അച്ഛൻ. ദയവ് ചെയ്ത് ലോണിന്റെ പേരിൽ തമ്മിൽ തല്ലരുത് പ്ലീസ്. തമ്പി. എന്തടാ ഇത്? നീ കിളവനായി പോയല്ലോ. ഡൈ ചെയ്ത് കൂടെ? ഡൈ ചെയ്യാനോ? മക്കളൊക്കെ ദേ പോത്ത് പോലെ വളർന്നു. ചേട്ടന് ഉദ്ദേശിച്ച നിന്നെ ചമ്മിക്കല്ലേ. ഇവനാണോ നീ സോപ്പിട്ട് കൊണ്ടുവന്ന ഓംബുഡ്സ്മാൻ? നിങ്ങൾ ഫ്രണ്ട്സാ അല്ലേ? ഇവന്റെ വായിന്ന് വീണ ഒരു വാക്കാ എന്നെ ഇവിടെ എത്തിച്ചത്. ഭരതകലാക്ഷേത്രം കേട്ടോടാ, ഭരതകലാക്ഷേത്രം. ഞാനിപ്പോ കൊണ്ടു നടക്കുന്നേ. നീ കൊണ്ട് കിടക്കുകയല്ലോ, കൊണ്ട കളയല്ലേ. ഒറ്റ ഇമേജുകളല്ലേ. അംബികേ, അമ്മക്കേ ഏ? അല്ല അമ്മേ. ആ അംബികേ, ഇതാരാണെന്ന് മനസ്സിലായോ? ബാലു. ഞാൻ എപ്പോഴും പറയാറില്ലേ, പാലക്കാടൻ പട്ടരെ. കുടിക്കാൻ എന്താ? ഏയ് അദ്ദേഹം കുടിക്കില്ല. സംഭാരം മതി. ഒരു മാറ്റവും ഇല്ല. സംഭാരം എടുത്തോണ്ട് വാ. ചെല്ല്.
എന്തായാലും വളരെ കാലത്തിന് ശേഷം ആത്മാർത്ഥ സുഹൃത്തുക്കൾ കണ്ടുമുട്ടിയ സന്ദർഭം കൊള്ളാം. ജപ്തി. ജപ്തിന്ന് പറയുമ്പോ അതൊക്കെ അങ്കിൾ എഴുതി തള്ളി. അതെന്താ? ചേട്ടാ മറിഞ്ഞേക്കാതെ മടിച്ചേക്കാതെ കടന്നു വരും. നമ്മുടെ ലോണൊക്കെ ബാങ്ക് എഴുതി തള്ളി. തള്ളിയോ? ആ തള്ളി. ആര് തള്ളി? എവിടെ തള്ളി? എങ്ങോട്ട് തള്ളി? തള്ളിയില്ലേ? തള്ളിയില്ല. ഒരു ഉളുപ്പില്ലാതെ പറയുന്ന കേട്ടില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. താ ഒന്നും പറയണ്ട. തന്റെ ഇപ്പോഴത്തെ നിലയും വിലയും വെച്ചുള്ള ഒരു സൗജന്യം എനിക്ക് വേണ്ട. തിരിച്ചടവിന്റെ വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത്തിരി സാവകാശം വേണമെന്നേ ഉള്ളൂ. ടൗണില് കുറച്ച് സ്ഥലമുണ്ട്. അത് വിറ്റാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ ഈ മക്കൾ എന്തുമാത്രം പോകും നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഇതാണ് അച്ഛന്റെ കാര്യം. മനസ്സിലുള്ളതൊന്നും തുറന്നു പറയില്ല. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ മാനം കാത്തല്ലേടാ? പിന്നെ ആരുടെ മാനം കാത്തു? എടാ ആരുടെ മാനം കാത്തെന്ന്? എന്താ ദാ വരുന്നു. ഒറ്റയ്ക്ക് പറ്റില്ലെന്നോ? ഞാൻ വരാം. ഊണ് കാലമായിട്ടില്ല. അവിടെ നിൽക്കേ, അവിടെ ഞെക്കല്ലേ മുള്ളിപ്പോ. എനിക്കുണ്ടായ 2 റയർ പീസസ് ആണ്. ചേട്ടനെ ആ വാ വാ വാ. എന്റെ ഏക മകളാണ് രോഹിണി. കുട്ടികൾ 3 അല്ലേ? അതെ. അല്ല, കെട്ടിക്കാരായ 5-6 പെങ്ങന്മാരിവിടെ ഉറണിറങ്ങി. അച്ഛനറിയില്ല. അച്ഛൻ അറിയാതെ പെങ്ങന്മാരോ? അതല്ല, ഒരു ബലത്തിന് ഞാൻ കേട്ടി പറഞ്ഞതാ. സിമ്പതി. ഞാൻ അങ്കിളുടെ പഴയ ഒരു ഫ്രണ്ടിന്റെ പോലല്ലേ, അതാണ്. ആ, മോൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു. ഫസ്റ്റ് റാങ്കാ. ഇനി എന്റെ ഏക പ്രതീക്ഷ ഇവളാ. എന്റെ അവന്റെ പ്രതീക്ഷ ഇവളിലല്ല, ഇവളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന സ്വർണത്തിലാ. വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിനീ നാട്ടിൽ തേടി നടപ്പൂ. മനഃപൂർവ്വം ഫൈനാൻസിയേഴ്സ് ഗോൾഡ് ലോൺ എടുപ്പിക്കുന്നു. ആ, ഇതെന്റെ മൂത്ത മരുമോളാ മീനു. ടീച്ചറാ, വലിയ തറവാട്ടുകാരാ. ഇവക്കൊരു നല്ല ചെറുക്കനെ കിട്ടാൻ വേണ്ടി ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന അവളുടെ വീട്ടുകാര് അവസാനം കണ്ടെത്തിയ മുതലാണ് എന്റെ മോൻ, മൂത്ത മോൻ വാവു. എനിക്കല്ലേ ഇരിക്കേ. 2 എണ്ണം ചെല്ലാണ്ട് ചോറങ്ങനെ ഇറങ്ങില്ല അല്ലേ? അവിടെ ആവേശം വേണ്ട, പട്ടിണി കിടന്ന് ചാവും. ഇന്ന് ഫാദേഴ്സ് ഡേയാ. കേട്ട കഴിക്ക്. ആ, കൂട്ടുകാരന്റെ കുടുംബവിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, വലിയ കോടീശ്വരിയെ അല്ലയോ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇനി എന്തറിയാൻ? പൂരം, പൊടി പൂരം. മോളെന്ത് ചെയ്യുന്നു? ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു. ഇപ്പൊ കമ്പനി റെഡിമെയ്ഡ് സെക്ഷന്റെ ഇൻചാർജ് അവൾക്ക്. ആ, കേട്ടോടാ, കേട്ട് പഠിക്കേ. 10-18 വയസ്സേ ആയുള്ളൂ. അതിനാണ് ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത്. ഈ അങ്കിളിനെ പോലെ അച്ഛനും ഒരു കോടീശ്വരെ കെട്ടിയിരുന്നെങ്കിൽ അതുപോലെ ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തിരുന്ന് ഞങ്ങളും ഭരിച്ചേനാ അല്ലേട്ടാ. അമ്മ ഒരു കോടീശ്വരനെ കിട്ടിയാലും മതിയായിരുന്നു. എടാ, ഒരുത്തന്റെ വ്യക്തിത്വവും വികസനവും ഒന്നും തീരുമാനിക്കുന്നത് കുടുംബസ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല. മനസ്സിലായോ? എന്റെ വിവാഹത്തോടെ എനിക്ക് നഷ്ടപ്പെട്ടത് ഇവനെയാ. എന്താ കാരണമെന്ന് ഇന്നേ വരെ എനിക്കറിയില്ല. പക്ഷെ ഇന്ന് തന്റെ സ്റ്റാറ്റസിന് പറ്റിയ ഒരു കമ്പനിയല്ല ഞാൻ. നമ്മൾ തമ്മിലൊരു അന്തരമുണ്ട്. എന്തന്തരം? അത് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. ഒരു ഉദാഹരണം പറയാം. പണ്ട് നമ്മൾ പറയുമായിരുന്നു തൻ്റെ മോള് എൻ്റെ ഇളയ മോനുള്ളതാണെന്ന്. ഇന്ന് നടക്കുവോ? ഇല്ല. അതാണ് അന്തരം എന്ന് പറഞ്ഞത്. ബാ, കൈ കഴിഞ്ഞു. ആവശ്യമില്ലാത്തടത്തൊക്കെ ഒരു അന്തരമായിട്ട് ഇറങ്ങിയിരിക്കുക തന്തപ്പടി. അന്നെ മുടക്കി ദേ ഒരു മയത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടന്നേനെ. അങ്ങേരെ തലയ്ക്കത് വല്ല ഓളമുണ്ടോ? ഒരു ഗതി നിന്നെ പോലെ നാടകക്കാരൻ മോളെ കെട്ടിച്ചേരാ. എടാ ചേട്ടൻ തണ്ടി, വെറുതെ അല്ലടാ നിന്റെ കമ്പനി പൂട്ടിയേ. ഇനി വാട നീ കമ്പനി ഓടാൻ. തനിക്കെന്താടോ ഒരു മൗനം? താൻ ചോദിച്ചില്ലേ എന്റെ മോളെ തന്റെ മോനിപ്പോ നൽകുമെന്ന്? 100 വട്ടം സമ്മതമാ എനിക്ക്. കാരണം നിന്നെ പോലെ അവനും ഒരു കലാകാരനാണ്, എഴുത്തുകാരനാണ്, നന്മയുള്ള പല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നവനാണ്. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി. എന്റെ പ്രശ്നം അതൊന്നും അല്ലടോ. താൻ ഉദ്ദേശിക്കുന്ന പോലെ സന്തോഷമുള്ള ഒരു ജീവിതമല്ല എനിക്ക്. 5-8 വയസ്സ് വരെ എനിക്ക് എന്റെ മകളെ താലോലിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവളിപ്പോ അവളുടെ മമ്മിയുടെ കൂടെയാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിയമപരമായി പിരിഞ്ഞിട്ടില്ല. കോടീശ്വരിയായ എന്റെ ഭാര്യയ്ക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ജീവിത രീതിയോട് പൊരുത്തപ്പെടാൻ എനിക്കും കഴിഞ്ഞില്ല. രാജമല്ലിക, രാജകോകിലയുടെ ഒരേ ഒരു മകൾ. അവൾക്ക് എന്നേക്കാൾ വലുത് പണവും പ്രതാപവും അന്തസ്സുമാണ്. പുതിയ ബെൻസ് സർവീസിന് കൊടുത്തയക്കണം.
എന്റെ മുറിയിലെ AC-ക്ക് എന്തോ ട്രബിൾ, മാറ്റി പുതിയത് വെക്കണം. നന്നാക്കിയാ പോലെ. കേട് വന്നത് നന്നാക്കി ഉപയോഗിക്കുന്ന ശീലം എനിക്കില്ല. വേണ്ട. ഇന്ദു എവിടെ? വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ഞാൻ എന്റെ എക്സ്പാരിയെ കുറിച്ചൊന്നും തിരക്കാറില്ല. തിരക്കിയേ പറ്റൂ. തന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം അവൾക്കുണ്ട്. ഇവിടെ സ്ത്രീകൾക്കാണ് മുൻഗണന. ഇന്ദു, ഞാൻ ഇവിടെ ഉണ്ട് മാഡം. മമ്മി എവിടെ? ഞാൻ മമ്മി മാഡത്തെ സ്റ്റീം ബാത്ത് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ മമ്മി, ഐ എം ഗോയിങ്. ബൈ. മോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം മോളെ. സമയത്ത് ഭക്ഷണം തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു സെർവന്റിന്റെ ഡ്യൂട്ടി. അത് കഴിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഭവാനി, ഇനി ഇത് ആവർത്തിക്കരുത്. ഏട്ടാ, ഓ, ആ അങ്ങളുടെ മോളായിരുന്ന സ്വപ്നത്തിലല്ലേ? ഇങ്ങനൊരു സ്വപ്നജീവി. ഈ കുട്ടി ഇപ്പൊ വലുതായി കാണൂ. ഏയ്, ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. പൊടി, എന്റെ മനസ്സിൽ അവൾ ഇപ്പോഴും ഇത്രേ ഉള്ളൂ. എന്താ ഉദ്ദേശം? ലവ്? ബാല്യകാല സഖിയല്ലേ, ഒന്ന് കാണാനൊരു മോഹം. എന്താടോ ഇത്ര ആഘോഷം അവർക്ക്? ആ ചീഫ് മെക്കാനിക് രാമകൃഷ്ണന്റെ കേസിന്റെ വിധി അയാൾക്ക് അനുകൂലമായിട്ട് പ്രഖ്യാപിച്ചു. ഡ്രൈവർ വണ്ടി എടുക്കും. ഗുഡ് മോർണിംഗ് മാഡം. രാമകൃഷ്ണന്റെ കേസിന്റെ വിധി എന്തുകൊണ്ട് എന്നെ ഇൻഫോം ചെയ്തില്ല? സോറി മാഡം. വക്കീൽ എവിടെ? അപ്പീലിന് വേണ്ടി കേസ് പഠിച്ചോണ്ടിരിക്കുക. ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു. മിസ്റ്റർ പണിക്കർ, Under the circumstances, I humbly pray for your justice, Your Honor. എന്റെ പ്രതിയെ തൂക്കിക്കൊല്ലരുത്, പ്ലീസ്. സോറി മാഡം, ഞാൻ കോടതിയിലാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇഡിയറ്റ്. താങ്ക് യു. മാഡം, ഉറക്കം കൊണ്ട് പണി പോയാ? മാഡം, രാമകൃഷ്ണന്റെ കേസ് നമ്മൾ എന്തുകൊണ്ട് തോറ്റു? ആ എതിർകക്ഷിയുടെ വക്കീലിന്റെ തലയിൽ ഇത്രയും വലിയ ബുദ്ധിയുണ്ട് ഞാൻ കരുതിയില്ല. ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ കേസ് വേറെ വല്ല നല്ല വക്കീലിനെ വെച്ച് വാദിക്കില്ലേ? പണിക്കരേക്കാൾ ബുദ്ധിമാനായ മറ്റൊരു വക്കീലോ? ഫൈനൽ ആർഗ്യുമെന്റിന് താൻ എവിടെയായിരുന്നു? അതൊന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ പടത്തിന് റിലീസായിരുന്നേ. ഫസ്റ്റ് ഷോ ഞാൻ കണ്ട്. ഞാനാ ഇപ്പൊ ഓൾ കേരള ഫാൻസ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ്. യു ആർ ഡിസ്മിസ്ഡ്. എടീ, ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. നിന്റെ ആങ്ങളക്ക് എന്ത് പറ്റി? നിങ്ങൾക്കിത് എന്ത് പറ്റി മനുഷ്യ? എടീ, എന്റെ ഈ വലത്തേക്കറിനെ താഞ്ഞടിച്ച ആ മൂദേവിയുടെ കരങ്ങൾ കൊണ്ട് എന്റെ ഈ വലത്തേക്കാലം ഞാൻ പിടിപ്പിക്കും. പിടിപ്പിക്കണം. എന്നെ പുറത്താക്കിയതിന്റെ കൊടുനഷ്ടം അവൾ അറിയണം. അറിയിക്കണം. എങ്കിൽ നിങ്ങൾ ഒരാണാണെന്ന് ഞാൻ പറയും. ഇല്ലെങ്കിൽ നീ പറയില്ലേ? ഇത്രയും നാളും കൂടെ കിടന്നിട്ട് നിനക്ക് വിശ്വാസമില്ലേ ഞാൻ ഒരാണാണെന്ന്? അതല്ല മനുഷ്യ, പിന്നെ വാശി എനിക്കുണ്ടെന്ന് പറയായിരുന്നു. നിങ്ങൾക്ക് അവളെ ഒന്ന് തിരിച്ചടിക്കാമായിരുന്നില്ലേ? എടീ, അവർക്ക് എന്നെ അടിക്കാം, പക്ഷെ ഞാൻ തിരിച്ചടിച്ചാൽ കേസ് വേറെയാണ്. കേട്ടിട്ടില്ലേ? പീഡനം. ഏട്ടാ, ആ രാജമല്ലികയ്ക്ക് അവരെക്കാൾ അഹങ്കാരിയായ ഒരു മകളില്ലേ? ഒരു ഭൂലോക രംഭ. പിന്നെ ഈ ഭൂലോകം തന്നെ അവളുടെ കൈവെള്ളയിലാണെന്ന് അവളുടെ വിചാരം. അവളാണ് എന്റെ ടാർഗറ്റ്. നീയാണടി എന്റെ യഥാർത്ഥ പെങ്ങൾ. രാജമല്ലികയുടെ മകൾ രാജലക്ഷ്മി സമ്പത്ത് കുമിഞ്ഞുകൂടി തലയ്ക്ക് മത്തുപിടിച്ച് പുരുഷവർഗത്തെ കാൽച്ചുവട്ടിലിട്ട് മെതിക്കുന്ന രാജമല്ലികയുടെ പട്ടി ചവിട്ടി താഴ്ത്താനുള്ള ഒരു തുറുപ്പ് ചീട്ട് രാജലക്ഷ്മി. ഓ, എന്റെ തലയിൽ കുശാഗ്ര ബുദ്ധി തെളിയുന്നടി. ആ ഭൂലോകരംഭയുടെ ജീവിതത്തിലേക്ക് ഒരു പരമചെറ്റ കടന്നു വന്നാൽ വണ്ടർഫുൾ ഐഡിയ. താങ്ക് യു. നീ കണ്ടോ പണിക്കരുടെ പ്രതികാരം? അതിനു പറ്റിയ ഒരു പരമചെറ്റയെ എനിക്ക് ഉടനെ കണ്ടുപിടിക്കണം. എനിക്ക് പണിയായല്ലോ. ശങ്കരുണ്ടി നമ്മുടെ ബാഗ് എടുത്തിട്ട് ഓടുന്നടാ. മാറെ പെണ്ണും പിള്ള ജോലി ചെയ്യാനും സമ്മതിക്കില്ല. ഭദ്രമായിട്ട് ഇവിടെ ഇരുന്നു.
ഡ്രൈവർ ഞാനാ, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. പോലീസ് പോലീസ്! അയ്യോ ഞാൻ പോലീസ് അല്ല, കള്ളൻ കള്ളൻ! അയ്യോ, പോലീസ്! ഞാൻ കള്ളനുമല്ല, പോർട്ടർ പോർട്ടർ. ഈ കൂലി 7-ാം കൂലിയല്ല, വെറും കൂലി. പിന്നെ എന്തിനാ നീ പെട്ടിയെടുത്ത് ഓടിയത്? എന്നിട്ട് അത് കൊണ്ടുവന്ന് എന്തിനാ ടാക്സിയിൽ വെച്ചത്? അയ്യോ ഞങ്ങൾ പോർട്ടർമാർ ഇങ്ങനെ പെട്ടി കണ്ട വിടില്ല. എന്റെ കൂലി തന്നിട്ട് സാറന്മാര് ടാക്സിയിൽ കയറി പോയാട്ടെ. ഞങ്ങൾക്ക് ഈ ടാക്സിയിൽ പോണ്ടെങ്കിലോ? ഡേയ്, സാറിന് ടാക്സി വേണ്ടാന്ന്. ടാക്സി അതിലൊന്ന് കയറിയാൽ എന്തായിരുന്നു? മോനെ ഒരു നിമിഷം. അതെ, ഈ സാറന്മാരുടെ പെട്ടി ആ വണ്ടിക്കകത്തായി പോയി. ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വരട്ടെ, ഒരു 5 മിനിറ്റ്. പെട്ടിയായിട്ട് വരുമ്പോ ഇവിടെ തന്നെ കാണണേ. ഡേയ്, ഞാൻ കള്ളനാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ലല്ലോ. ഏയ്, ഈ ബൈക്ക് പൊളിച്ചടിക്ക് വിറ്റേക്ക്. പെട്ടിയിൽ വല്ലതും ഉണ്ടോടെ? നോക്കട്ടെ. എല്ലാം തുള വീണത്. യുവന്മാർക്ക് എന്താ പഴയ ജെട്ടിയുടെ കച്ചവടം ഉണ്ടോ? ദൈവമേ, എന്നെ തപ്പി എങ്ങാനും വന്നതായിരിക്കും. ഇത് നമ്മുടെ വാസുചേട്ടനല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വഗുണങ്ങളുള്ള മറ്റേ ആള്. തരികിടയാണല്ലേ? അല്ല, ഒരു തരികിടയെ തേടി വന്നതാണ്. കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരാം. സാറിന്റെ മോളോ പെങ്ങളോ? എന്താ വയറ്റിലെങ്ങാനും ഉണ്ടായ? എടാ വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, വധു സാറിന്റെ മകളല്ല, സാറിന്റെ ശത്രുവിന്റെ മകളാണ്. ബാറുകൾ, കാറുകൾ, നക്ഷത്ര ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണ്. എന്നാ ഇപ്പൊ തന്നെ പോവാം. 2 പെറ്റതാണെങ്കിലും കുഴപ്പമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലടേ. ആദ്യം നീ അവളൊന്ന് വളയ്ക്കണം. വളയ്ക്കാം. ഈ കോലത്തിൽ അവള് വളയില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. നിന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഭാഷ, നിന്റെ വേഷം, നിന്റെ നടത്തം, നിന്റെ രൂപം ആകെ അടിമുടി ഒന്ന് മാറണം. നീ ഒരു കോടീശ്വരനായി മാറണം മോനെ. എന്നാലും എന്റെ താങ്ങും തണലും അല്ലേ ആ കള്ളം കട്ടണ്ടു പോയത്? എന്ത് ജെട്ടി? അയ്യേ, അപ്പൊ നീ ഇപ്പോ? ഇല്ലെന്നേ, ആ കള്ളം കട്ടണ്ട ബാഗിലായിരുന്നില്ല അത്. ഏതായാലും റിസോർട്ടിൽ മുറിയെടുത്ത് വലിയ മണ്ടത്തരമായി പോയി. എടാ, ഇത് രാജക്കാരുടെ റിസോർട്ടല്ലേ? ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ വിഹാര കേന്ദ്രമാണിത്. എടാ, നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ യാദൃശ്യമായിട്ട് അവളെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കും. എടാ ദേ, നമുക്ക് ഊണ് കഴിക്കണമെങ്കിൽ 2 എണ്ണം കഴിക്കാം. ഹലോ ഹലോ, പിന്നെ വിളിക്കൂ, ഞാൻ ഒരുപാട് മീറ്റിംഗിലാണ്. അതെ അതെ അതെ, ഓക്കെ. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹൗ ഓൾഡ് ആർ യു? ഓക്കെ. എവിടെയാ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. ഓ സർ, ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ ഓർഡർ പ്ലീസ്, ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഓക്കെ 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 ഓക്കെ. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവൻ എവിടം വരെ പോകും നോക്കാം. പ്രിയപ്പെട്ട എല്ലാ റോസ് ക്ലബ് അംഗങ്ങളും ആ പെട്ടിക്കള്ളം നമ്മളെ വിരലേര് നിർത്തിയിട്ട് മുങ്ങി. എടാ, ദേ അവൻ. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ആരാധ്യയായ ക്ലബ് പ്രസിഡന്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. വരും മേഡം. ഇതിലെ വയസ്സ് 65 പ്രായം മറന്നുള്ള കോലം കണ്ടില്ലേ? ആരേത്? ഒരു തൈ കിളവിയേയും കൊണ്ടുപോകുന്നു. തൈപ്പൂയ കാവടിയാട്ടം. അവൻ പിടിക്കടാ. ഇവന്മാര് പോയില്ലേ? എന്താ പ്രശ്നം? കണ്ടില്ലേ, പട്ടാ പകൽ ഒരുത്തൻ പെണ്ണുങ്ങളോട് അവമര്യാദയെ പെരുമാറിയത്. എന്താടോ ഇത്? ഞാനാ. ഇവരെല്ലാവരും കൂടി എന്റെ എയർപോർട്ട് തകർത്തടാ. ഇനി എന്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവില്ല. ഇന്ദു, ഈ ആഭാസമാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. 2 പേരുടെ മേലെയും കേസ് എടുക്കാൻ പറ. മാഡം, വനിതാ ദിനം, വനിതാ മോചനവേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലെത്തി ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ. അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്താണാവോ തമ്പുരാമാർക്ക് വേണ്ടത്? സ്ത്രീ ശരീരം വിൽപ്പന ചരക്കല്ല എന്ന മുദ്രാവാക്യവുമായി തെരുവോരത്തെ പോസ്റ്റർ മുതൽ സിനിമ വരെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നു. ആ നിങ്ങളോ? മാഡം, ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പെട്ടെന്നൊന്ന് തിരിഞ്ഞ്
കണ്ടോ, ഈ ജനല് കർത്തനക്കിട്ട് മറച്ച് മതിൽ കെട്ടേണ്ട പ്രായം കഴിഞ്ഞില്ലേ? ആരെ കാണിക്കാനെ ചായക്കുവാരി പൂശി തേച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം. മേഡത്തെ നിങ്ങൾക്ക് അറിയില്ല. ഓ ആരവര് കലക്കി ഈ പ്രോഗ്രാം കലങ്ങിയെങ്കിലേ അവരുടെ 10 താന്ന് കണ്ടത് ഇന്നാ. ഇവനാള് കൊള്ളാലോ, ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. ഹായ്, താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടി ആണാണെന്ന് ജനിച്ചപ്പോഴേ അറിഞ്ഞതാണ്. അതെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എന്താ പേര്? ശർക്കരവരട്ടി, അശോക ശർക്കരവരട്ടി. ചക്രവർത്തി. ചക്രവർത്തി എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിങ്ങനെ ഒരു ജോലി നോക്കിയിട്ട്. ഏതുവരെ പഠിച്ചു? MBBS, MBA, BA, BH. സാധാരണ ABCD എന്നാണല്ലോ പഠിക്കുന്നത്. ഇതിപ്പോ ഓർഡർ മാറിയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. താനോ? ഞാനൊരു വക്കീലാ. സാറിന് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നു കഴിഞ്ഞാ വല്ല പെട്ടി കേസിനെ കൊടുക്കും സാറേ. പെറ്റി കേസ്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇന്നു മുതൽ എന്റെ അസിസ്റ്റന്റ്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. ദിവസക്കൂലി 500 രൂപ. എന്താണോ പണി? ഞാനൊരു കോടീശ്വരിയായ പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു. അതിന് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ആരാണ് പെൺകുട്ടി? പുറത്തു പറയരുത്. അത്രക്ക് മോശക്കാരിയാണോ? ഐ മീൻ ടമാർ പെടാ ഠേഠോ അല്ലെന്ന്. ഈ റിസോർട്ടിന്റെ ഉടമസ്ഥ കോടീശ്വരിയായ രാജമല്ലിക. രാജമല്ലിക അല്ല, രാജമല്ലികയുടെ ഒരേ ഒരു മകൾ രാജലക്ഷ്മി. എന്ത് തോന്നിയ നിങ്ങൾ കാണിച്ചത്? മേലിൽ എന്നെയും എന്റെ വണ്ടിയെ നിയന്ത്രിക്കാൻ വരരുത്. മൈൻഡ് ഇറ്റ്. അഹങ്കാരി. ആരാ ഇവള്? ദേ ആ അഹങ്കാരികള്. So why don't we just one blackcurrant, chicken lollipop. Yes. That's enough. Okay. You? മേലിൽ ഇത് ആവർത്തിക്കരുത്. ഓർഡർ ക്യാൻസൽഡ്. വാടി. എക്സ്ക്യൂസ് മീ. നമസ്കാരം. 2000 രൂപയുണ്ട്. മേലാൽ ഇത് ആവർത്തിക്കരുത്. ചങ്ങനുണ്ണി വാടാ. Don't repeat it. ചക്രവർത്തി. അങ്കിൾ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നതാ. നിന്റെ അച്ഛൻ നിന്നെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുക. ഒടുവിൽ നിന്റെ സിസ്റ്റർ പറഞ്ഞാണ് നീ ഈ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഫോൺ ഓഫ് ചെയ്ത് വെച്ച് നീ ഇവിടെ എന്തെടുക്ക? സത്യം പറ. അവനവന്റെ ബാല്യകാല സഖിനെ കാണാമെന്നാണ്. ബാല്യകാല സഖിയോ? അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി പുസ്തകം ഉണ്ടല്ലോ, അത് അവിടെയാണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക്. അപ്പഴാ ഇവൻ പറഞ്ഞ ഇവിടെ ഏതൊരു ബുക്ക് സ്റ്റോളിൽ കിട്ടുന്നത്. ഏത് ബുക്ക് സ്റ്റോളാടാ? സാറിന്റെ ബുക്ക് സ്റ്റാളില്. സാറിന്റെ മോളാണല്ലോ അവന്റെ ബാല്യകാല സഖി. അയ്യോ, നാണം വന്നപ്പോ സാറ്റ് കളിക്കണ്ട. സാറ്റ് ഇത് സാറ് കണ്ടടാ. നിന്നെപ്പില്ലാണ്ടായെങ്കിൽ നീ എന്താ മുഖം പൊത്തിയത്? മോനെ സാറ് ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. നീ എന്തിനാ എന്റെ മോളെ കാണാൻ വന്നത്? ഞാൻ പറയില്ല. ഞാൻ പറയാം. സാറിന്റെ മോളെ ഇവന് ഒടുക്കത്തെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു പെണ്ണിനെ കണ്ട് തീരുമാനിച്ചാൽ മതിയെന്ന്. പെണ്ണ് സാറിനെ പോലെ ഇരിക്കുകയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പോയല്ലോ. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? നിന്നെ പോലെ കരിങ്കുറങ്ങിന്റെ മോന്തയല്ല എനിക്ക്. സാറ് നമ്മൾ പരസ്പരം പൊഴുത്തിയിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ അരിടാ. അങ്ങളെ ഇവൻ എന്തെങ്കിലും വിവരമില്ലാണ്ട് പറഞ്ഞു എന്ന് വെച്ചിട്ട് അങ്ങളത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. ആത്മാർത്ഥ സുഹൃത്തിന്റെ മോണായതുകൊണ്ട് ഒരു അല്പം സ്വാതന്ത്ര്യം ഞാൻ തന്നു. ബട്ട് ഡോണ്ട് മിസ്യൂസ് ഇറ്റ്. പക്ഷെ എന്റെ മോൾ സുന്ദരി അല്ലാണ്ട് മാത്രം പറയരുത്. ഏത് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്, അതുകൊണ്ട് കണ്ടിട്ട് പറയാം. കാണിച്ചു തരാടാ. ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. യൂട്യൂബിൽ വന്ന് പറഞ്ഞ എന്താ? ഒരു ദുർബല നിമിഷത്തിൽ മോളെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നു അല്ലടാ? ആണോ? ഹായ് ഫ്രണ്ട്സ്. ചക്രവർത്തി വക്കീലെ, നമുക്ക് വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു രഹസ്യം
ഞാൻ പരസ്യമായിട്ട് അറിഞ്ഞു രാജാസ് ഗ്രൂപ്പിന്റെ ഫാക്ടറിയിൽ ഒരു ഒഴിവുണ്ട്. ഞായറാഴ്ചയാണ് ആ ഒഴിവ്. ചുമ്മാരി എന്തൊഴിവ്? ഈ മറ്റേ ഈ ലീഗലിയ ചുണ്ടലിയ നച്ചലി എന്താ പറയുന്ന ഒരു അഡ്വൈസറി എന്നൊക്കെ പറയുന്നത്. ലീഗൽ അതെ തന്നെ. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല. താൻ അവിടെ കയറി പറ്റണം, എന്നിട്ട് വേണം എനിക്ക് അവിടെ ഒന്ന് വരകാൻ. ഞാൻ കയറി പറ്റിയ സാറെങ്ങനെ വരകും? എടാ, നീ ആ രാജമല്ലികയുടെ മുന്നിൽ എന്നെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയണം. വലിയ കോടീശ്വരനാണെന്ന് പറയണം. എനിക്ക് വേണ്ടി നീ കല്യാണം ആലോചിക്കണം. നിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ മകളെ എനിക്ക് കെട്ടിച്ച് തരിയിക്കണം. എന്നിട്ട് ഒരു രാജകുമാരനായി ഞാൻ വാഴുന്നത് നിനക്ക് കാണാം. ആരായി പുതിയ അവതാരം? അച്ഛനാ? എനിക്ക് തോന്നി രണ്ടുപേർക്കും ഒരേ ഛായ. അവനെ എന്റെ കല്യാണം കഴിഞ്ഞാൽ നിനക്കൊരു പ്രൊമോഷൻ ഞാൻ തരുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ജയിലിലേക്ക് പ്രൊമോഷൻ കിട്ടാതെ നോക്കിയാ മതി. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. എനിവേ, ഞാൻ പോകുന്നു. ബൈ ബൈ. ആരാണ് അയാൾ? ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അവൻ അങ്കിളുടെ മോളെ ലക്ഷ്യം വെച്ച് വന്നവനാ. അവന്റെ പിന്നിലൊരു ശത്രു ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തും വരെ അവനെ ഒരു ബലിയാടാക്കി നമുക്ക് കൊണ്ടു കിടക്കാം. എന്തായാലും അവൻ പറഞ്ഞ ഒരു കാര്യം കൊള്ളാം. നീ ആ കമ്പനിയിൽ കയറി കൂടണം, എന്റെ ഭാര്യയുമായിട്ട് അടുക്കണം. അവളുടെയൊക്കെ വളർത്തു ദോഷം കൊണ്ടാ എന്റെ മോളും ഒരു അഹങ്കാരിയായി മാറിയത്. അവളെ നല്ലൊരു കുട്ടിയായി നീ മാറ്റിയെടുക്കണം. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. ഞാൻ പോവാം ഇന്റർവ്യൂവിന്.